ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഹൈറച്ച് തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ വലിയ കള്ളന്മാരൊക്കെ കാടുകളിലും റിസോർട്ടുകളിലും പിന്നെ പുതിയ പുതിയ കമ്പനികളിലും ചേക്കേറിയിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ, മുൻനിര ആൾക്കാർ ഒരു 8 മാസം വരെ ഇവരുടെ കൂടെയാണ് എന്ന രീതിയിൽ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷിബുവിനെയും കാണുന്നില്ല, ഷമീനെയും കാണുന്നില്ല, മുനവറയെയും കാണുന്നില്ല, സതീഷിനെയും കാണുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്തും ഇപ്പോൾ എല്ലാം നമ്മളാണ് എന്ന രീതിയിൽ കുട്ടി ലീഡർമാർ, ചെറിയ 5-10 ലക്ഷം മാത്രം ഉണ്ടാക്കിയ കുട്ടി ലീഡർമാർ, പാവങ്ങളുടെ കഫം തിന്ന് ലക്ഷങ്ങൾ സമ്പാദിച്ച, കോടികൾ എന്ന് പറയരുത്, ലക്ഷങ്ങൾ സമ്പാദിച്ച കുട്ടി ലീഡർമാർ ചില ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ലീഡേഴ്സ് ഗ്രൗണ്ട് എന്ന് പറയുന്ന ലീഡർമാരുടെ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ്. 1000 കുറവായിട്ട് മെമ്പർമാർ മാത്രമേ ഉള്ളൂ. 800 സംതിങ് ആണ് ആ ഗ്രൂപ്പുകളിലെ അംഗസംഖ്യ എന്ന് പറയുന്നത്. പല കുത്തിത്തിരിപ്പുകളും, എന്നെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചുമുള്ള കുത്തിത്തിരിപ്പുകളും വലിയ വലിയ ടെക്സ്റ്റുകളും ഉണ്ടാക്കുന്ന ഒരു നുണ ഫാക്ടറിയാണ് ആ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നല്ല രീതിയിൽ ചീത്ത പറയുന്ന, നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഒക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്ന എല്ലാ തെണ്ടികളും ആ ഗ്രൂപ്പിൽ ഉണ്ട് എന്നതാണ് വളരെ ആശ്ചര്യം. എന്നാൽ ഇന്ന് ആ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ തീർത്തും നിരാശ ഉളവാക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. നമ്മുടെ ശ്രീനാഥ് പ്രതാപനും മുൻകൂർ ജാമ്യത്തിന് തേടുന്നു എന്നുള്ള വാർത്ത ഒരു പക്ഷേ ഇവർ അറിഞ്ഞു കാണും എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഇവർ ഗ്രൂപ്പ് പിരിച്ചുവിടുന്നു എന്നുള്ള ഒരു ആഹ്വാനമാണ് ആ ഗ്രൂപ്പുകളിൽ വന്നിരിക്കുന്നത്. അത് പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ആ ഒരു വലിയ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് മെമ്പേഴ്സ്. അഭിലാഷ് പറയുന്ന പോലെ ഹായ് ലീഡേഴ്സ് എന്നല്ല, ഹായ് മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് പിരിച്ചു വിട്ടാലോ എന്നാണ് ചോദ്യം. പലപ്പോഴും അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ട്. കാരണം ഹൈറിച്ചിലുള്ളവർ ആയതുകൊണ്ട് മാത്രം ഈ ഗ്രൂപ്പിൽ ഒത്തുചേർന്നവരാണ് നാം. അരുവികളും തോടുകളും പുഴകളും ചേർന്നുകൊണ്ട് കടലിലേക്ക് ലയിക്കുന്നു എന്ന് പറയുന്നത് പോലെ പല ടീമിനെയും ലീഡർമാർ കൈവിട്ടപ്പോൾ, ഫോൺ വിളിച്ചാൽ എടുക്കാതെ വന്നപ്പോൾ, ഒട്ടുമിക്ക ഗ്രൂപ്പുകളും അഡ്മിൻ ഓൺലി ആക്കിയപ്പോഴും ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു പകച്ചു നിന്നവർക്കിടയിലേക്ക് നമ്മൾ ഈ ഗ്രൂപ്പിനെ തുറന്നു വെച്ചത് നമ്മൾ പലരും നേരിട്ട് കണ്ടിട്ടുള്ളവരോ പരിചയമുള്ളവരോ അല്ല. എന്നിട്ടും കമ്പനിയുടെ പ്രതിസന്ധി മുതൽ നമ്മൾ ഒരുമിച്ചാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു സാഹിത്യമൊക്കെ ഇവർ പടച്ചുവിടുന്ന വലിയ വലിയ ടെസ്റ്റുകൾ ഉണ്ടാക്കിയ ആ തലച്ചോറിൽ നിന്ന് തന്നെയാണ് ഈ ഒരു മെസ്സേജും വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലരുടെയും പല വാക്കുകളിലും മെസ്സേജുകളിലും ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരാണ് എല്ലാത്തിനും ഉത്തരവാദിത്തം ഉള്ളവർ എന്നും എന്തിനും ഏതിനും ചീത്ത കേൾക്കേണ്ടവർ ആണോ എന്നും തോന്നിപ്പോവാറുണ്ട്. ഒരാളെയും ഗ്രൂപ്പിൽ നിൽക്കാൻ നിർബന്ധിച്ചിട്ടില്ല. എന്നിട്ടും പലരുടെയും വാക്കുകളിലും പലപ്പോഴും ഇങ്ങനെ ഒരു ശ്രമം വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ഈ പ്രതിസന്ധി സമയത്ത് അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെങ്കിൽ ആവട്ടെ. എന്ത് ആശ്വാസം? കള്ളത്തരം പറഞ്ഞിട്ട് ആശ്വാസം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കിട്ടട്ടെ എന്ന് അപ്ഡേഷൻ ഗ്രൂപ്പുകൾ അറിയിക്കാനും എന്ന് കരുതിയാണ് ഈ നിലനിർത്തി പോന്നിരുന്നത്. ഞങ്ങളൊരു തീരുമാനമെടുക്കട്ടെ. ഈ ഗ്രൂപ്പ് നമ്മൾ പിരിച്ചുവിടുന്നു. അങ്ങനെയാവുമ്പോൾ ഈ ഗ്രൂപ്പിൽ വന്ന് ഒരാളും മറ്റൊരാളെ ചീത്ത പറയുകയോ പരിഹസിക്കുകയോ ഒന്നും ഉണ്ടാവില്ലല്ലോ. മാത്രമല്ല, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ടീമിനെ മാത്രം നോക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. എല്ലാവർക്കും അപ്ലൈൻ ഉണ്ട്. ഓരോരുത്തർക്കും മറ്റൊരാളുടെ കീഴിലായിരിക്കുമല്ലോ കമ്പനി വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് പിരിച്ചുവിട്ടാലും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി മുതൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും കമ്പനിയുടെ നീക്കങ്ങൾ അറിയാനും നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചവരെ, വല്ലാത്ത ചതിയാണത്, ജോയിൻ ചെയ്യിപ്പിച്ചവരൊന്നും ഫോൺ എടുക്കുന്നില്ലടോ.
ജോയിൻ ചെയ്യിപ്പിച്ചവരെയോ നിങ്ങളുടെ മെയിൻ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ജിനിലാണോ? ഇവരെയോ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട അപ്ഡേഷൻ തരാനും നിങ്ങളെ വേണ്ട രീതിയിൽ സഹായിക്കാനും അവർ ബാധ്യസ്ഥരാണ് എന്നാണ്. ഞങ്ങളുടെ തീരുമാനത്തോട് നിങ്ങൾ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കുപ്പുകൈ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ ഗ്രൂപ്പിലെ വലിയ ഒരു പുള്ളിയാണ് നമ്മുടെ സൂരജ് കഴിഞ്ഞ ദിവസം എന്നെ അറഞ്ചം പുറഞ്ഞു 1 മണിക്കൂറോളം ചീത്തയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് സൂരജ്, ഇങ്ങനെ പതിവില്ലല്ലോ സൂരജ്, എന്ത് പറ്റി? നിനക്ക് എല്ലാ പ്രതീക്ഷയും കൈവിട്ട് പോയോ? ഫുൾ ചീത്ത എന്ന് പറഞ്ഞാൽ ചീത്ത. എനിക്ക് ഒരു പ്രശ്നമില്ല, ഓൻ ഇങ്ങനെ ചീത്ത വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് ഏതാണ്ട് എവിടുന്നോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവൻ്റെ തലച്ചോറിൻ്റെ ഒരു ചെറിയൊരു അംശം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ എന്നെ ചീത്ത പറയുന്നത് എന്ന്. അപ്പോൾ ഈ ഗ്രൂപ്പിലെ മെയിനായിട്ടുള്ള ആളാണ് സൂരജ്, അതുപോലെ തന്നെ അഭിലാഷ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. മെയിനായിട്ടുള്ള ലീഡർമാർ തന്നെയാണ്. ഇത് പറയുന്നത് പോലെ തന്നെ ലീഡേഴ്സ് ഗ്രൗണ്ടാണ്, ചേർത്തവരുടെ ഒരു ഗ്രൂപ്പാണ്. എന്തായാലും നല്ലൊരു തീരുമാനമാണ്. നിങ്ങൾക്ക് വേറെ പണിക്ക് പോകാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്പമെങ്കിലും മനുഷ്യത്വം നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഫം തിന്നതിൻ്റെ ആ ഒരു ചെറിയൊരു പങ്കുണ്ടല്ലോ, ആ പങ്ക് പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കണം. ഓരോരാളെ ചേർക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടിയ പണം ഉണ്ടല്ലോ, അതെങ്കിലും 10,000 ഒരു ഐഡിയ അടിക്കുമ്പോൾ കിട്ടുന്ന 1000 നിങ്ങൾ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് എല്ലാ ഡയലോഗ് അടിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു തീരുമാനമാണ്. ഇനി ഒരു അപ്ഡേഷനും ഇല്ല. ശ്രീനിയും കൂടി അറസ്റ്റിലായാൽ ഇനി എന്ത് അപ്ഡേഷനാണ്? നിങ്ങൾ തന്നെ അപ്ഡേഷൻ ഉണ്ടാക്കേണ്ടി വരും. നല്ല തീരുമാനമാണ്. അപ്പോൾ ഇന്ന് ഹൈറിച്ചിൻ്റെ വിധി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് 1-2 കാര്യങ്ങളുണ്ട്. എന്തായാലും കുറച്ച് ദിവസം അധികം കിട്ടിയതാണ്. വിധി എഴുതി പൂർത്തിയായില്ലെങ്കിൽ അത് പൂർത്തിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ജഡ്ജിക്കുണ്ടായിരുന്ന അഡീഷണൽ ചാർജൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസുകൾ നോക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കേസിൻ്റെ നമ്പറും വളരെ താഴേക്ക് വന്നിട്ടുണ്ട്. 10ഉം 11ഉമാണ് കേസ്. അതുകൊണ്ട് തന്നെ വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരിക്കലും ഹൈറിച്ചിന് അനുകൂലമായിരിക്കില്ല ഈ വിധി. ഇതിൻ്റെ പെരിഷബിൾ അസറ്റ്സും ഒക്കെ ലേലം ചെയ്യാൻ വേണ്ടി വച്ച അവസ്ഥയ്ക്ക് മറിച്ചൊരു വിധി ഈ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൈ.